ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇവിടെ അടുത്തുള്ളൊരു കല്ലൂർ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്. ഞങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഭയങ്കര ഒരു നല്ല ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഉയരത്തിൽ കാണുന്നതാണ് പണ്ട് ഇവിടെ ഒരു ഓടിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അവശിഷ്ടമാണുള്ള നിലയിൽ അത്രേ ഇപ്പോൾ അവിടെ കാണാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ്. നല്ല ഭംഗിയുള്ള പാടങ്ങളും മലയും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാണാം. അയ്യർമല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളൊക്കെ. അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ബാക്കായിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ഒരു പ്രദേശത്തിൻ്റെയൊക്കെ ഏറ്റവും ബാക്കിലായിട്ട് വരുന്നൊരു സ്ഥലമൊക്കെയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ എത്തി കേട്ടോ. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടും ഒരു ആൽമരങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ കല്ലൂർ കല്ലമ്പാക്ക ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പോയി. ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ബസ് സ്റ്റോപ്പ് ഇറങ്ങി ഉടനെ തന്നെ കാണുന്നത് തന്നെയാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്നും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം. നമ്മൾ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. അതിന് ശേഷം സൈഡിലൂടെ പോയി കഴിഞ്ഞാലാണ് അമ്പലത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് സൈഡ് കാണുന്നത്. ആകെ ഈ ഒരു പ്രതിഷ്ഠ തന്നെ ഉള്ളൂ പ്രധാനമായിട്ടും. പ്രത്യേകിച്ച് ദേവി തന്നെയാണ്, ഭഗവതി തന്നെയാണ്. ഇവിടെ വേലയും പൂരവും ഒക്കെ കല്ലമ്പാക്ക വേല ഉണ്ടാവാറുണ്ട്. ഇവിടെയൊക്കെ വേലകളാണ് കേട്ടോ. പാലക്കാടൻ സൈഡിലേക്കൊക്കെ പൂരത്തിനേക്കാളും ഉപരിയൊക്കെ വേല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ദേവി മാത്രം പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ പ്രതിഷ്ഠകളോ ഉപപ്രതിഷ്ഠകളോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അതായത് ഏറ്റവും പുറത്തായിട്ട് ഇങ്ങനെ നാഗങ്ങളുടെ ഒരു പ്രതിഷ്ഠയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു അമ്പലമൊന്നുമല്ല. ചുറ്റമ്പലം എന്ന് പറയുന്നത് ആകെ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിന്ന് പ്രദക്ഷിണം വയ്ക്കാനുള്ളൊരു വഴി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലാകെ ഇവിടെ വരുമ്പം ആ ഒരു പ്രതിഷ്ഠ മാത്രം തന്നെ തൊഴുകാനുള്ളൂ. പിന്നെ അതിന് ശേഷം അങ്ങനെ ഇത് അമ്പലം ഞാനൊന്ന് വലത്ത് വെക്കുകയാണ് കേട്ടോ ഒപ്പം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒന്ന് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ തൊഴുത് നമ്മൾ ഏറ്റവും ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു പോർഷനാണിത്. അപ്പം നമ്മൾ തുടങ്ങിയ ആ ഭാഗത്തു നിന്ന് തന്നെ വലത്ത് വെച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു പ്രതിഷ്ഠയും ഇതും മാത്രമേ ഉള്ളൂ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് നവരാത്രി മണ്ഡപമാണ്. അതായത് പ്രോഗ്രാമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പ്രോഗ്രാമുകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്റ്റേജാണ് കേട്ടോ ഇത്. അപ്പോൾ ഓരോ പ്രത്യേക വിശേഷങ്ങൾ വരുന്ന സമയത്തൊക്കെ നവരാത്രി മണ്ഡപം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചടങ്ങുകളൊക്കെ ചെയ്യാനും മറ്റുള്ള പ്രോഗ്രാമുകളുടെ സമയത്തൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് പോർഷൻ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ തൊട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു കട ഉണ്ട്. ഓലമേഞ്ഞൊരു കടയാണ് കേട്ടോ. നല്ലൊരു ഗ്രാമമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ വീടുകൾ തീരെ കുറവെന്ന് പറയാനില്ല. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ പാടങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത അമ്പലത്തേക്ക്, അവിടെ തന്നെ 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അടുത്ത അമ്പലത്തേക്ക് വന്നാണ്. അതാണ് കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇറങ്ങി താഴേക്ക് ഇങ്ങനെ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അമ്പലങ്ങൾ കാണുമ്പോൾ എൻ്റെ കൂടെ പോന്നോളൂ കേട്ടോ. നമുക്ക് ഒപ്പം തന്നെ ഒന്ന് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ദർശനമൊക്കെ ഒപ്പം നടത്താൻ പറ്റുമല്ലോ. എല്ലാവരും കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ഇത് കാണാനുള്ളൊരു അവസരം എന്തായാലും നിങ്ങൾക്ക് കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് 3 സ്റ്റെപ്പായിട്ട് വരുന്നൊരു പോർഷനാണിത് കേട്ടോ. അപ്പോൾ അതിലങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇതും ആദ്യം തന്നെ നമ്മൾ പുറം ഭാഗത്ത് കൂടെ പ്രദക്ഷിണം വെച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു അമ്പലങ്ങളായിരുന്നു, എത്രയോ വർഷങ്ങളായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഓരോ ഇത് കാരണം അത്ര നല്ല രീതിയിൽ പൂജയോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ പിന്നെ എല്ലാതും പുനരുദ്ധാരണം നടക്കുന്നതുകൊണ്ട് ഒരുപാട് ഭക്തർക്ക് ഉണ്ടാവുന്ന ഓരോ അനുഭവങ്ങളെ കൊണ്ടും അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം ഒരുവിധം നല്ല രീതിയിൽ തന്നെ നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം 38 വ്യാഴാഴ്ച തന്നെയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. 38 ആഴ്ചകളും അതിൽ തന്നെ 38 വ്യാഴാഴ്ചകളും പിന്നെ അതേപോലെ ഏകാദശി, പിന്നെ ആറാട്ട്, എഴുന്നള്ളിപ്പ്, പ്രതിഷ്ഠാദിനം, അങ്ങനെയുള്ള ഓരോ വിശേഷ അവസരങ്ങൾ, പിന്നെ അഷ്ടമി രോഹിണി,
അങ്ങനെ ഭഗവാന്റെ ഓരോ വിഷു അതേപോലെ തന്നെ തിരുവോണം നാളിന് പ്രത്യേക വഴിപാടുകൾ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് കൂടെയാണ് ആ കാണിച്ച എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ വലത്ത് വെച്ച് വരുമ്പം ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസിൻ്റെ വരുന്നത്. പിന്നെ അതിന് തൊട്ട് മുന്നിൽ തന്നെയാണ് കുളം കേട്ടോ, ക്ഷേത്രക്കുളമാണിത്. അപ്പോൾ അത് തിരുമേനിമാർക്ക് കുളിക്കാനുള്ളൊരു പോർഷനാണ് തോന്നുന്നത്, വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഇവിടുന്ന് അങ്ങനെ പിന്നെ പാടവും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതാണത് കൊടിമരം ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ്. എൻട്രൻസ് ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നമുക്ക് 2 വഴികളുള്ളതുകൊണ്ട് നമ്മൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് നടന്നു വരുമ്പോൾ ആ ഒരു എൻട്രൻസ് കൂടിയാണ് കയറാൻ പറ്റുന്നത്. ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അതപ്പോൾ ഈ കുളം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പോൾ തൊട്ട് അടുത്തുള്ള ആളുകൾക്കൊക്കെ ഈ വഴി കൂടെയൊക്കെ കയറി വരാം. ഇതാണ് ശരിക്കും നമ്മൾ കയറേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇതിയെ വന്നിട്ടാണ് കയറേണ്ടത്. പക്ഷെ നമുക്ക് ബസ് റൂട്ടൊക്കെ അപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് നമ്മൾ ആ സൈഡിൽ കൂടെ വന്ന് കയറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ സൈഡിൽ കൂടെ കയറുക എന്ന് പറയുമ്പം ആദ്യം ഇറങ്ങി വന്നിട്ട് ഈ ഫ്രണ്ട് സൈഡിൽ കൂടെ കയറുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കണ്ടോ, കനാലൊക്കെ തുറന്നു വിട്ട സമയത്ത് തോന്നുന്നു നല്ല വെള്ളമുണ്ട് തോട്ടിലൊക്കെ. ഈ കനാലുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പാടത്തിനോട് ചേർന്ന് വെള്ള സൗകര്യത്തിനായിട്ട് നമുക്ക് ഒരുപാട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയൊരു ഓർമ്മകളാണ്. വീട്ടിലൊക്കെ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ പോയി ഇരിക്കാനും പാടം സൈഡിലൊക്കെ വെള്ളം തുറന്നു വിടുന്ന സമയവും അങ്ങനെയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പ്രദേശം പൊതുവേ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയും 3 ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ ആദ്യം കയറി ശ്രീകോവിൽ ഏറ്റവും ഉള്ളിലാണ് കാണുന്ന ഭാഗത്താണ് കേട്ടോ. ഇത് 2ാമത്തെ ഭാഗമാണ്. നമ്മൾ കയറിയതിന് ശേഷം ഇത് 2ാമത്തെ ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഇവിടെ കൂടെയാണ് നമ്മൾ എൻട്രൻസ് വരുന്നത്. ആദ്യം അവിടെ കയറുക, പിന്നെ ഇവിടേക്ക് എത്തും. ഇവിടെ എത്തിയതിന് ശേഷം ഇനി ഇതാ കണ്ടോ അവർ തൊഴുകുന്ന സ്ഥലം, അവിടെയാണ് ഭഗവാനുള്ളത്. അപ്പോൾ അതൊക്കെ കൂടി പിന്നെ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റുള്ള ആളുകളൊക്കെ ആണെന്ന് വെച്ചാൽ തല മുട്ടും നന്നായിട്ട്. കാരണം വളരെ താഴ്ത്തിയിട്ടാണ് ഇതിൻ്റെ മേൽക്കൂരകളൊക്കെ പണിതിരിക്കുന്നത്. നമ്മൾ കുനിഞ്ഞ് നിന്നിട്ട് വേണം പോകാൻ വേണ്ടി, അല്ലെങ്കിൽ തലയൊക്കെ തട്ടും. ഇത് മഞ്ചാടിക്കുരും കുന്നിക്കുരും അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ഭഗവാന്റെ മുമ്പിൽ ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യം തന്നെയല്ലേ. പിന്നെ അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തുലാഭാരം തൂക്കുന്ന സ്ഥലമാണ്. 100 കിലോ വെയിറ്റ് വരേക്ക് ഇവിടെ തൂക്കും എന്നുള്ളതാണ് അവിടെ കണ്ടത്. 100 കിലോ വെയിറ്റ് വരെ കാണുന്നുണ്ട്. പിന്നെ പ്രോഗ്രാമുകളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് നടത്താനൊക്കെ ഉള്ള സ്റ്റേജും കാര്യങ്ങളും. അത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് കയറി വന്ന ഭാഗത്തേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇതാ കല്ലുകളും ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് എടുത്ത സമയത്ത് താഴേക്ക് ഇറങ്ങി വരുന്ന ആ സ്റ്റെപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഞങ്ങൾ തിരിച്ചങ്ങോട്ട് തന്നെ കയറുകയാണ്. അപ്പോൾ അത് കയറി വന്നത് ഒരു പടിപ്പുര പോലെ അതിൻ്റെ ഒരു എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളങ്ങനെ പോയി കേട്ടോ. ഭഗവാന്റെ വാഹനമായ ഗരുഡൻ തന്നെയാണ് അതിൻ്റെ പടിപ്പുറത്തായിട്ട് ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ വിശേഷം. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക പൂവ് കണ്ടു. പേരൊന്നും അറിയില്ല. കാരണം കുറച്ച് കാട് പിടിച്ചൊരു പ്രദേശം പോലെ ആയതുകൊണ്ട് ഒരുപാട് കാട്ട് ചെടികളും പൂക്കളും ഒക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. പേരൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു 5 മിനിറ്റ് ഈ ബസ് വരുന്ന സ്ഥലത്തേക്ക് നടക്കാനുണ്ട്. ഒരുപാട് തൊടികളും തോട്ടങ്ങളും വീടുകളും ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. വരുന്ന സമയത്താണ് ഇവിടുത്തെ LP സ്കൂളൊന്ന് കണ്ടത്. കല്ലൂർ LP സ്കൂള്. അപ്പോൾ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും ഇപ്പോൾ നല്ല ഭംഗിയിൽ പെയിൻ്റ് അടിച്ചിട്ടും പല വർണ്ണങ്ങളും കളറുകളും ഒക്കെ ആയിട്ട് അതിൽ നല്ല നല്ല ചിത്രങ്ങളും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറേ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം NSS ക്യാമ്പിന് അവിടെ പോയപ്പോഴും അങ്ങനെ തന്നെ കണ്ടത്. അപ്പോൾ ഞാൻ വെറുതെ അതും കൂടി ഒന്ന് എടുത്തു എന്ന് മാത്രം. അങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് തന്നെ ഉള്ളതാണ് കൊട്ടിങ്ങൽ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇന്നലെ മണ്ഡലം 41 കൂടി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടെ എന്തൊക്കെയോ പ്രത്യേക പൂജകളും കാര്യങ്ങളും നല്ല സദ്യ എന്തൊക്കെയോ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോകുമ്പോൾ പിന്നെ സമയം വൈകുമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് വേഗം പോയതാണ്. തിരിച്ചു വരുമ്പോൾ പിന്നെ ഫ്രീ ആയല്ലോ, സമയമൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിനും കൂടി ഒന്ന് കയറി. പക്ഷേ ഞങ്ങൾ കയറിയ സമയമാകുമ്പോഴേക്കും കറക്റ്റ് നട അടയ്ക്കുന്നൊരു സമയമാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു ഭഗവാൻ, അത്രമാത്രം. ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല.
അപ്പോൾ ഞങ്ങളതിന് ശേഷം അപ്പം തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു സിനിമയ്ക്കൊക്കെ പോയി. വെക്കേഷനല്ലേ, അപ്പോൾ എല്ലാവർക്കും ഒന്നിങ്ങനെ പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പം നമ്മളങ്ങനെ ലാഡറിലൊക്കെ എത്തി കുട്ടികളൊക്കെ ആയിട്ട് ആരുമില്ല, കുട്ടിപ്പട്ടാളങ്ങളും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ആയതുകൊണ്ട് വേറെ എവിടെയും അവരെ കൊണ്ടുപോകാനൊന്നും സാധിച്ചില്ല. ഓരോ തിരക്കുകളും കാര്യങ്ങളും ആയിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് സിനിമയ്ക്കെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ കളിക്കുന്ന ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ വെറുതെ കറങ്ങി. കാരണം ഞങ്ങൾ ഏകദേശം ഓൾറെഡി ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം ആകുമ്പോഴേക്കന്നെ കറക്റ്റ് ഏകദേശം ആ സമയത്ത് തന്നെ ഞങ്ങൾ എത്തിയതും. രാവിലെ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യം ആ സമയത്ത് തന്നെ എത്തിയത്. അപ്പോൾ അതിലൊന്നും കയറാനുള്ള ഒരു നേരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കളിക്കണ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ടിക്കറ്റൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻ്റൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നന്ദുട്ടിയും ആദ്യമൊക്കെ കൂടിയിട്ട് അവർ ടിക്കറ്റ് എടുക്കണ ആ കൗണ്ടറിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ നേരത്ത് നമ്മുടെ അപ്പൂനെയും ആര്യക്കുട്ടീനെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു. അവർ ഹാപ്പി എന്തായാലും. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു എസ്കലേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ലിഫ്റ്റ് വേണ്ട, ഇതിൽ തന്നെ കയറണം എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ കയറി വരുന്നതിൻ്റെയാണ്. രണ്ടുപേരും ഇങ്ങനെ വേണ്ട കൈയൊക്കെ പിടിച്ച് ഒപ്പം അവിടുന്ന് ചാടി ഇറങ്ങുക, കയറുക, അതൊക്കെയാണ് അവർക്ക് ഉള്ള വിനോദങ്ങളെന്ന് പറയുന്നത്. നല്ല രസമാണല്ലോ അതിൽ കയറി ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുക, കുട്ടികൾക്ക് ആദ്യം ഇറങ്ങുക, ഇതേ കയറുക, ഇതിങ്ങനെ അതൊരു രസമാണ് അവർക്ക് അവിടെ പോയി പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. നമ്മൾ വെയിറ്റിംഗ് ആണ്. ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് ആൾക്കാർ പുറത്തിറങ്ങുന്നതിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ താഴെയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ആശീർവാദ് സിനിമാസിൻ്റെ ബറോസ് ആണ് ഞങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. കാരണം 3D ഇഫക്റ്റ് നല്ലോണം ഉള്ളൊരു ഫിലിം തന്നെയാണ്. കഥ എന്നുള്ളതല്ല, ഇതിനേക്കാളുപരി ഒരു അനുഭവം എന്ന് തന്നെ പറയാം. കാരണം കണ്ണടയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ കാണുമ്പോൾ വളരെ അടുത്തുള്ള ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.